To another round of update, what we are learning that trouble is mounting for the LDF government in the state of Kerala, as the Enforcement Directorate has now filed its final charge sheet in the Karuvannur Cooperative Bank fraud case, directly naming the CPM and several of its leaders. Now, this move has triggered a fresh political firestorm, with the state opposition launching scathing attacks. Let's break down exactly what this scam is all about. So, according to the Enforcement Directorate's findings, there were bogus loans that were repeatedly sanctioned against the same properties. Now, while Benami loans were disbursed to non-members of cooperative, the number of accused that has now climbed to 83. The ED states that the fraud dates back to 2014 and involves multi-crore loan irregularities. Now, the first charge sheet that was filed in 2023, crucially, the ED has now alleged that CPM leaders orchestrated the disbursement of these Benami loans and received donations in return for facilitating the scam. We've also accessed, when we talk about the key details from the charge sheet, which now reveals that 28 new individuals have also been named, including CPM leaders. The total proceeds of the Karuvannur bank scam that are estimated to be at staggering 300 crores. So far, the Enforcement Directorate has provisionally attached immovable assets worth 128 crore as part of its ongoing investigation. Now, the CPM, meanwhile, has dismissed the allegations as part of a larger political conspiracy orchestrated by the Enforcement Directorate. One of the accused, K. Radhakrishnan, claims that he handled the ED's questioning with ease and also managed to convince the investigators of his innocence. എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെ സംബന്ധിച്ച് സുപ്രീം കോടതി അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പ്രതിയാക്കപ്പെട്ട ഉന്നത ഇഡി ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ കേസ് അഭിമുഖീകരിച്ചിട്ടുള്ള ഈ പശ്ചാത്തലത്തിൽ സിപിഎമ്മിനെ ഒരു പ്രതിയായി കളയാം എന്നുള്ള ധാരണയോടുകൂടി ഇനി മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ്. മാത്രമല്ല, പാർട്ടിയുടെ സമ്മന്നതരായ നേതാക്കന്മാരെയും കുറ്റപത്രത്തിന്റെ ഭാഗമായിട്ട് ചേർത്തുകൊണ്ട് കേസിൽ പ്രതികളാണ് എന്ന് വരുത്തി തീർക്കാനും പ്രചരണം നടത്താനും വേണ്ടിയുള്ള ബോധപൂർവമായ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇ ഡി യഥാർത്ഥത്തിൽ നടത്തിയിട്ടുള്ളത്. ഏപ്രിൽ 8-നാണ് ഇ ഡിയുടെ മുമ്പിൽ മൊഴിയെടുക്കാൻ വേണ്ടി ഞാൻ ചെന്നത്. വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. കൃത്യമായിട്ട് മറുപടിയും കൊടുത്തു. അതിലവർ സാറ്റിസ്ഫൈ ചെയ്തതാണ്. അവർ അവസാനം പറഞ്ഞു, ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്, യാതൊരു തരത്തിലുള്ള ക്രമക്കേടുകളും ഈ കാര്യത്തിൽ നിങ്ങൾ ചെയ്തതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടിയാണ് എന്നെ യാത്ര അയച്ചത്. അതിൻ്റെ പിറ്റേ ദിവസം ഒരുപക്ഷെ അവർ തന്നെ കൊടുത്തായിരിക്കും എന്നെ പ്രതിയാക്കില്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അത് ഒക്കെ ആണെങ്കിലും ചിലപ്പോൾ പ്രതിയാക്കാനുള്ള സാധ്യതകൾ ഇങ്ങനെ മർമറിംഗ് ക്യാമ്പയിനിലുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് CPM-നെ അല്ലെങ്കിൽ ഇടതുപക്ഷം നേതൃത്വം കൊടുക്കുന്ന CPM-നെ തകർക്കുക എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലെ ലക്ഷ്യം. നമുക്കറിയാം, ബംഗാളിലും ത്രിപുരയിലും ഇടതുപക്ഷ ഗവൺമെൻറ്റുകളുണ്ടായിരുന്നു. ഇനി ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് എന്ന് പറയുന്നത് കേരളത്തിലാണ്. അപ്പോൾ ആ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ കൂടി തകർക്കുക, അതിനെ തകർക്കണമെന്നുണ്ടെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന CPM-നെ തകർക്കുക. അപ്പോൾ CPM-നെ തകർക്കുന്ന പല പദ്ധതികളും പ്ലാൻ ചെയ്തിട്ടുണ്ട്. Now, these revelations that has also sparked off fierce backlash from Kerala's opposition, with both the Congress and the BJP appearing to in their close ranks in their condemnation of the CPM. കരുവന്നൂരിൽ CPM നേതാക്കളുടെ അറിവോടുകൂടി നേരത്തെ തന്നെ അറിയാം, ED വരുന്നതിന് മുമ്പ് എല്ലാവർക്കും അറിയാം, CPM ജില്ലാ കമ്മിറ്റിയുടെയും ജില്ലാ നേതൃത്വത്തിന്റെയും സംസ്ഥാന നേതൃത്വത്തിന്റെയും അറിവോടുകൂടിയാണ് ഏകദേശം 400 കോടി രൂപ പാവപ്പെട്ടവരുടെ തട്ടിയെടുത്തിരിക്കുന്നത്. അതിൽ CPM സംസ്ഥാന കമ്മിറ്റിക്കും ജില്ലാ കമ്മിറ്റിക്കും ഏരിയ കമ്മിറ്റിക്കും ലോക്കൽ കമ്മിറ്റിക്കും എല്ലാവർക്കും പങ്കുണ്ട്. ആ കാലഘട്ടത്തിൽ അതിന് നേതൃത്വം വഹിച്ച എല്ലാവർക്കും പങ്കുണ്ട്. പക്ഷെ ED കേസ് കൊടുത്തു എന്ന് ഓർത്തിട്ട് ഇവരെല്ലാവരും കുടുങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് തെരഞ്ഞെടുപ്പ് അടുത്ത ആയതുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഒന്ന് പിടിമുറുക്കിയത്. ഇപ്പൊ അടുത്ത ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും വരാൻ പോകുമ്പോഴാണ് ഒന്നുകൂടി പിടിമുറുക്കാൻ പോകുന്നത്. അത് ബാർഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാക്കി മാറ്റും എന്ന സംശയവും പേടിയും ഞങ്ങൾ. What a shame. The entire party CPIM and its senior leaders, including MPs, have been named in a cooperative bank scam. Instead of having repentance for corruption, there is celebration of corruption. The only thing that the Kerala Communist government has given is misgovernance, is corruption, and is appeasement politics
and giving a free hand to radical elements. This is the only achievement of the communist government, and therefore they should call the documentary Lost Decade. Now, as far as the case findings are concerned, the investigation that has been conducted by the Enforcement Directorate, let's break that down for our viewers. Exactly what this fraud case is all about. According to the findings of the Enforcement Directorate, there were bogus loans that were sanctioned multiple times. How long this has been going on for? For the last 11 years, as the scan apparently began in the year 2014. What is the left's role here? There were Benami loans that were disbursed on the CPIM's orders that were given, and the total number of accused in the scam that has now gone up to at least 83. The ED findings go on to say that the loans were issued on the same property repeatedly. Also saying that the first charge sheet that was filed back in the year 2023, and also what the CPIM's role here is concerned, that it reportedly received donations that was also used for facilitation. Also, when we speak of the ED findings saying that there were Benami loans that were disbursed to non-members, but the final ED charge sheet that has now been filed in the year 2025, and when we speak of the left role when it comes to the leaders that have now been laid from the CPM, and which reportedly received donations for the facilitation. Now, let's in the meantime get an update where Arpita is joining us live right now. Arpita, good morning. What is being said? That these loans were reportedly issued in violation of existing cooperative banking rules and regulations. However, the Kerala CPIM has termed ED's charges against the party and its senior leadership as a ploy to hunt them in the backdrop of elections and violating all limits of democratic etiquette. Well, rightly said, so the ED has now filed its final charge sheet where additional 28 names have been named as an accused, which takes the total number of accused to 83. And in this, they have named 3 CPM former Thrissur district secretaries, AC Moideen, Varghese and K. Radhakrishnan. K. Radhakrishnan is also Lok Sabha MP from Kerala, the only CPM Lok Sabha MP from Kerala. So this is a big case that has been going on since 2014. But K. Radhakrishnan has said that when he was questioned by ED, the questioning went smoothly. He gave all answers to ED, and ED had clearly said that they are satisfied with whatever he has said. Okay. So what he is saying now is that currently naming him in the charge sheet means that it is a politically move by ED ahead of elections. That is what CPM is saying. On the well, other political witch hunt is the allegation that has now been levelled on part of the investigation, with the final charge sheet that has now been filed by the Enforcement Directorate. For the moment, Arpita, thank you very much for joining in.